ഷോർട്ട് നോട്ടീസിലുള്ള സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ശരി, ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ ഞാൻ ഇഷ്കം എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെൻ്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. 26-ാം തീയതിയാണ് ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. സിനിമയിൽ ഇടപെടുന്നത് സുരാജേട്ടൻ, അതുപോലെ ചേരൻസ് നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി വന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാസാഹിത്യ പുസ്തകത്തിൻ്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായ ടിപ്പും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെ ഉള്ള സമയത്ത് പറയാൻ തോന്നുന്നു. സത്യത്തിൽ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ടോവിയിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്തൂടെയാണ്. അപ്പോൾ അതിനവിടെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും 26-ന് തുടങ്ങാൻ പോകുന്ന ഈ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു ചിത്രം ഏറ്റവും വിജയകരമായിരിക്കട്ടെ എന്ന് തന്നെ ആദ്യമേ ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയോട് കൂടെ തന്നെ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി വരികയാണെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരാന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് 2 പേരാണ്. അപ്പൊ അവര് 2 പേരും പ്രവാസികളാണ് അല്ലെ. അപ്പൊ അവരെ ഞാൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ടിപ്പു ഷാൻ ആൻഡ് GCC India Trade Ambassador Mr. ഷിയാസ് ഹസൻ ഓൺ സ്റ്റേജ്. 2 പേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. സോ ദിസ് ഈസ് ടിപ്പു ഷാൻ ആൻഡ് ഷിയാസ് ഹസൻ. സോ സംസാരിക്കുന്നത് ഓഫ്കോഴ്സ് അദ്ദേഹം തന്നെയായിരിക്കും. ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് നിർമ്മാതാക്കളായി കടന്നു വന്നത് എന്നോട് അറിയാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ലോഞ്ചിങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഞാനും ടിപ്പുവും ഏകദേശം 1 വർഷത്തോളമായി ഉള്ള ഡിസ്കഷന്റെ ഫലമാണ് ഇന്നിവിടെ സാധ്യമായ ഇന്ത്യൻ സിനിമാ കമ്പനി. ഞങ്ങളുടെ ആദ്യത്തെ ഫിലിം തന്നെ വളരെ നല്ലൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. കൂടാതെ ശ്രീ ടോവിനോ, ശ്രീ ചേരൻ, ശ്രീ സുരാജ്, ശ്രീ അനുരാജ് ഇവരെ പോലുള്ള കഴിവുള്ള കലാകാരന്മാരോട് കൂടി ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അതുകൂടാതെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ സംവിധായകർ, ടെക്നീഷ്യൻസ്, കലാകാരന്മാർ ഇവരുടെ സാന്നിധ്യം ഒരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുകയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹായവും സഹകരണവും ഉപദേശങ്ങളും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിജയത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചിലർ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. കൂടാതെ മീഡിയ പ്രത്യേകം നന്ദി പറയേണ്ടത് ശ്രീ ഷമി, ശ്രീ ബാദുഷ, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ബാദുക്കായെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്റ്റേജിലേക്ക്. ലെറ്റ് മീ വെൽക്കം ബാദുഷ ഓൺ സ്റ്റേജ്. അപ്പോൾ ബാദുക്ക. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം. ടിപ്പുവും ഷിയാസും ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ഷമി വഴിയാണ് എന്നെ ബന്ധപ്പെടുന്നത്. അവരൊരാഗ്രഹം എനിക്ക് സിനിമ നിർമ്മാണ രംഗത്തോട്ട് വരണമെന്നുള്ള ആവശ്യമായി വന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കേണ്ട ഈ സിനിമയല്ല, എന്നാൽ വേറൊരു പ്രൊജക്റ്റാണ്. അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഏതായാലും അനുരാജുമായിട്ട് ഏകദേശം 15 വർഷത്തെ ബന്ധമാണ്.
അനുരാജ് അസോസിയേറ്റ് ആയിട്ട് നടക്കുമ്പോൾ എൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ്. അനുരാജിന്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിന്റെ വിജയത്തിനും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ടിപ്പുവിനും ഷിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഇങ്ങനെ സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ മുമ്പോട്ട് പോകാം. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട്. അതുപോലെ ടൊവിയുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എപ്പോഴും ടൊവിക്ക് എന്നെ കളിയാക്കാനേ നേരമുള്ളൂ. ഇതുവരെ സിനിമ സെറ്റിൽ കാണാറില്ല. സിനിമ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്, പിന്നെ കാണാറില്ല, എപ്പോഴും പറയുന്ന ആളാണ്. ഏതായാലും ഈ സിനിമയ്ക്കൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു പാതുക, താങ്ക് യു സോ മച്ച്. സിനിമയുടെ റൈറ്റർ അബിൻ ജോസഫിനെ സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. ഒരു കൈഡി, കുറച്ചുകൂടി എനർജറ്റിക് ഒരു കൈഡിക്ക് സമ്മാനിക്കാം. വെൽക്കം അബിൻ. താങ്ക് യു. ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമയുമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥ എൻ്റെ അടുത്ത് പറയുകയും അത് നമ്മൾ ടൊവിനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നീട് ചേരൻ സാർ വന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നു. അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത്. 26-ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓഫ് കോഴ്സ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇപ്പം അബിൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സമൂഹത്തിൽ പറയേണ്ട ഒരു ത്രെഡാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു. ഇഷ്ക് സിനിമയിലൂടെയും ഞങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ട ഒരു ത്രെഡ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിന്ന് ടൊവിയും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടും ചേട്ടനായിട്ടും ഒക്കെ എപ്പോഴും ഒരു വലിയ പുഞ്ചിരിയോട് കൂടി നമ്മളെല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടൊവിനോ തോമസിന് നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ladies and gentlemen, please put your hands together and welcome the very young, charming and handsome ടൊവിനോ തോമസ്. സോ ടൊവിചേട്ടാ, വെൽക്കം. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു മൊമെന്റിൽ എന്താണ് ടൊവിചേട്ടന് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ വിജയാകാംക്ഷകളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് ഫോഴ്സസിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാനും അനുരാജും തമ്മിലുള്ള പരിചയത്തിലൊരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്. ഞങ്ങൾ സെമിത്തരി എന്നുള്ള സിനിമയിൽ അനുരാജ് അസോസിയേറ്റ് ആയിരുന്നു. അത് ഞാനെല്ലാം അഭിനയിച്ചിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്ത് തുടർന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് അനുരാജ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ള ഒരു തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. രണ്ടുപേർക്കും പിന്നെ ഇതിൻ്റെ എല്ലാമായ ബാധക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ, ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ.
പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനാണെങ്കിലും അഭിനാണെങ്കിലും ഇതിന്റെ എഡിറ്റർ ഷിന്നറാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന അമലേട്ടനാണെങ്കിലും തുടങ്ങി കോസ്റ്റ്യൂം ചെയ്യുന്ന ഇതിന്റെ DOP വിജയ് എന്ന് പറയുന്ന അമേരിക്കയുടെ മിന്നൽ മുരളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജെക്സേട്ടനാണ് ഇതിന്റെ മ്യൂസിക്, അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പൊ പേരെടുത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ഒരു സിനിമയാണ്. ഇതിനൊരു മാസ് മസാല എന്റർടൈനർ ഒന്നായിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും, ഒരു ഗുഡ് വാച്ച് ആയിരിക്കും, ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കില്ല എന്ന് ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണത്. അപ്പോൾ എല്ലാവരും അതുപോലെ നേരത്തെ എല്ലാവരും പറഞ്ഞ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവരും ഉണ്ടാവണം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് അഭ്യുദയാകാംക്ഷികൾക്കും എല്ലാവർക്കും നന്ദി. തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ്. ഇപ്പം ഈ സിനിമ ഇറങ്ങുന്നത് വരെ ഇറങ്ങിയതിനു ശേഷവും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. നിങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് സ്ക്രീൻ അഭിനയിക്കാൻ കൂടെ പോവാണ്. സോ അത് എത്രത്തോളം ടോവിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോഗ്രാഫും പോക്കിഷവും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും ഒക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് ചേരൻ സാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സന്തോഷിച്ചത് ഞാൻ തന്നെയായിരിക്കും. കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റും ആണ്.